ഇന്നൊരു മാരേജിന് പോകുന്ന വ്ളോഗാണ് കേട്ടോ. അഹമ്മദാബാദ് ടു ബറോഡ. അപ്പോൾ എന്തായാലും നമ്മൾ തലേ ദിവസം ബറോഡയിൽ പോയി വന്നതേ ഉള്ളൂ. അതിൻ്റെ പിറ്റേ ദിവസം ഒരു കല്യാണത്തിന് വെച്ചിട്ടുണ്ട്. ഓഫീസിലൊരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വേണ്ടി നമ്മൾ വീണ്ടും ബറോഡയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഓഫീസൊക്കെ കഴിഞ്ഞ് വന്ന ശേഷമാണ് നമ്മൾ റെഡി ആയിട്ട് പോകുന്നത്. രാത്രിയാണ് ഇവിടുത്തെ കല്യാണം. അപ്പം പോകുന്ന വഴിക്ക് ആളുടെ കൂട്ടുകാരെയും കൂടെ പിക്ക് ചെയ്യണമായിരുന്നു. അവർ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. ആ സമയം കൊണ്ട് ഞങ്ങൾ വെളിയിൽ ഫുഡ് കഴിച്ചിട്ട്, ഫുഡ് മാത്രമേ വായിൽ വരുന്നുള്ളൂ എന്ന് വിചാരിക്കേണ്ട. അപ്പോൾ നല്ലൊരു അടിപൊളി ചൂട് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഓഫീസിൻ്റെ വെളിയിൽ പോസ്റ്റ് അടിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ വെറുതെ ഇരിക്കുന്നതിൽ ഒരു ബോറടി തോന്നണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്നെ വിശക്കുന്നു എന്ന് നാഗവല്ലിയുടെ കൂട്ട് കിടന്ന് കയറ് പൊട്ടിച്ചപ്പോൾ ആ ചേട്ടൻ 2 വേഫർ മേടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ വേഫറൊക്കെ കഴിച്ചിട്ട് ഞാനും അതുകൊണ്ടും കൂടെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ചേട്ടൻ എന്തായാലും അതൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് ആൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവരെ കൂട്ടുകാർ വരുന്നവർ നമ്മൾ വെയിറ്റ് ചെയ്തു. കൂട്ടുകാർ വന്ന് നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ ഒരു 10-10:30 ആയിട്ടുണ്ടാവും രാത്രി. പിന്നെ വേഗം നമ്മൾ ഫുഡ് അടിക്കാനിരുന്നു. കാരണം ഇവിടുത്തെ ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ. ആദ്യം ഫുഡ് അടി, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കല്യാണം. നമ്മുടെ കൂട്ടൊന്നും അല്ല. അപ്പോൾ എന്തായാലും ശരി, ചെക്കനും കൂട്ടരൊക്കെ വേറെ സ്ഥലത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചു. അവരെ കുതിരപ്പുറത്ത് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അജുണ്ട് കൂട്ടുകാരോട് ഒന്ന് കഴിച്ചു. നമ്മൾ അവർ വലിയ പരിചയം അങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാനും അതുകൊണ്ടും കൂടെ ഒറ്റയ്ക്ക് വന്നിരുന്ന് കഴിച്ചു കേട്ടോ. പിന്നെ അജുട്ടൻ കൂട്ടുകാരോട് കഴിച്ച ശേഷം ഞങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് ആൾ വന്നിട്ട് ഞങ്ങളുടെ തോന്നിയിരുന്നു കുറച്ച് നേരം. പിന്നെ DJയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെക്കനെ കൊണ്ടിരുന്ന സമയമായപ്പോൾ അജുട്ടനും കൂടെ കയറി തുള്ളുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പിന്നെ ഈ ഡാൻസ് അത്തരം കാര്യങ്ങളൊക്കെ വളരെ മടിയില്ലാത്ത ആളായതുകൊണ്ട് ഞാനും ആദ്യക്കൂട്ടനും സൈഡിലോട്ട് നോക്കി നിൽക്കുമായിരുന്നു. ചെക്കനും സ്റ്റേജിൽ നിന്ന് ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ പെണ്ണ് ഡാൻസ് കളിച്ച് സ്റ്റേജിലോട്ട് കയറി മാലയിടൽ ചടങ്ങ്, ജയമാല എന്നോ അങ്ങനെ എന്തോട്ടോ ഇവിടെ പറയണത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷമാണ് അവർ പൂജ തുടങ്ങുന്നതും മറ്റേ താലി കിട്ടുന്നതും ഒക്കെ. അപ്പോൾ ആ സമയം കൊണ്ട് ഇവരിവിടെ നിന്ന് ഭയങ്കര തകർത്ത വീഡിയോ എടുപ്പായിരുന്നു. അവിടെ സ്റ്റേജിൽ ചടങ്ങുകൾ നടക്കണു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു പുലർച്ചെ 3 മണിയൊക്കെ കഴിഞ്ഞ് കാണും കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും കൂടെ പോയിട്ട് ചെറുതായിട്ട് ചായയും കുറച്ച് ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ അഹമ്മദാബാദ് തിരിച്ചെത്തിയപ്പോൾ കാലത്തൊരു 7 മണിയായി കാണും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.